നമസ്തേ, വിഷ്ണു സ്ക്രൈബറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ പോസ്റ്റാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളതെന്നും അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അതിനുശേഷം അവിടെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് അപേക്ഷിക്കാന്നുള്ളതിന്റെ ഡെമോയും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ പേജ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നമ്മൾ അപേക്ഷ അയക്കാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ മൊത്തം 40 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 2 പോസ്റ്റിലേക്കായിട്ട് 40 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് അസിസ്റ്റന്റ് മാനേജർ സിവില്, പിന്നെ എക്സിക്യൂട്ടീവ് സിവില്. ഇതിൽ അസിസ്റ്റന്റ് മാനേജർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ പറയണത് നമ്മൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം സിവിൽ എഞ്ചിനീയറിൽ. അത് മാത്രമല്ല 75% മുകളിൽ നമുക്ക് മാർക്കും ഉണ്ടായിരിക്കണം. പിന്നെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. പിന്നെ അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള 2 കൊല്ലത്തെ എക്സ്പീരിയൻസ്. പിന്നെ ഇതിന്റെ സാലറി പറയുന്നത് 40,000 മുതൽ 1,40,000 വരെയാണ്. പിന്നെ അതോടൊപ്പം അലവൻസ്, PRP മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതിൽ മൊത്തം 20 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അത് കാസ്റ്റ് തിരിച്ചിട്ടാണ്. ജനറൽക്കാർക്ക് 10, SC-കാർക്ക് 3, ST കാറ്റഗറിയിൽ 1, OBC കാറ്റഗറിയിൽ 5, EWS കാറ്റഗറിയിൽ 1, അങ്ങനെ മൊത്തം 20 ഒഴിവുകൾ. അത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ്, അതിലും 20 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതും കാസ്റ്റ് തിരിച്ചിട്ട് തന്നെയാണ്. ജനറൽക്കാർ 10, SC-കാർ 3, ST കാറ്റഗറിയിൽ 1, OBC കാറ്റഗറിയിൽ 5, EWS കാറ്റഗറിയിൽ 1. ഇതിനും പറയുന്നത് ഡിഗ്രി തന്നെയാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി. പക്ഷെ ഇതിൽ 60% മുകളിൽ മാർക്ക് ഉണ്ടായാൽ മതി. ഇതിനെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 33 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന് ടോട്ടലായിട്ട് ഒരു മിനിമം 3 കൊല്ലത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. പിന്നെ അപേക്ഷിക്കുമ്പോൾ അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ SC, ST, EWS കാറ്റഗറികൾ, എക്സ് സർവീസ്മാൻ ഇവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കും OBC-കാർക്കും ഫീസ് വരുന്നുണ്ട്. അത് 1000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ അത് ഓൺലൈനായിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. പിന്നെ അപേക്ഷിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം, മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതെല്ലാം മൊബൈലിൽ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇപ്പൊ SC, ST-കാര് ഒക്കെ ആണെങ്കിൽ, EW കാറ്റഗറിയിലുള്ളവരൊക്കെ ആണെങ്കിൽ അതിന്റെ തെളിയിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇത് രണ്ടും JPG ഫോർമാറ്റിലായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്കാൻ ചെയ്ത് ഫോണിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനെ അപേക്ഷിക്കാനുള്ള ലിങ്ക് അതാണ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇതാണ് അതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക്. ഇതിൽ HR ആൻഡ് കരിയർ എന്നൊരു ഓപ്ഷൻ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട്. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് റീഫ്രഷ് ആയിട്ട് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. HR ആൻഡ് കരിയർ എന്നൊക്കെ എഴുതിയിട്ട് അതിൽ ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ കരിയർ അറ്റ് IRCON എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നേരെ പോണ പേജില് അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്ന ജോബ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും അവരുടെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് വരിക. അതിലേറ്റവും താഴെയായിട്ട് റെഗുലർ എംപ്ലോയ്മെന്റ് ഒരു ഓപ്ഷൻ കാണാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ ക്ലിക്ക് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് വരും. അതിലായിട്ട് നമ്മളിപ്പോ കണ്ട നോട്ടിഫിക്കേഷന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ 08/2021 ആണ്. അതിൽ നേരെ റൈറ്റ് സൈഡിലായിട്ട് ക്ലിക്ക് ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മൾ ഇതിനെ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിലേക്കായിരിക്കും. അപ്പൊ അതിൽ അവര് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. പിന്നെ അത് മാത്രമല്ല ഇത് എങ്ങനെയൊക്കെ അപേക്ഷിക്കണം, അതിന്റെ ഓരോ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഐ അഗ്രി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പം ഒന്ന് റീഫ്രഷ് ആയിട്ട് പുതിയൊരു പേജ് വരും. ആ പേജിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ പോസ്റ്റ് അപ്ലൈഡ് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കും. അതിൽ ഏതാണോ അത് സെലക്ട് ചെയ്യാം.
ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, അത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് കഴിയുമ്പോൾ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യാൻ കാണിക്കും. ആ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ഈ സൈറ്റിൽ കയറാനുള്ള പാസ്വേഡും യൂസർ നെയിമായിട്ട്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സൈറ്റിൽ കയറിയിട്ട് യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഗോ ടു ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഒരു പേജ് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന പേജിൽ നമ്മുടെ കാസ്റ്റ് ചോദിച്ചിട്ടുണ്ടാവും. ആ കാസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ സെൻറ്റർ ഇത് കേരളത്തിലൊന്നുമില്ല, ചെന്നൈ, ഡൽഹി, ബാംഗ്ലൂർ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിലേതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടുന്ന് തുടർന്നെല്ലാം ഇതേപോലെ തന്നെയാണ്. ഓരോ ഓപ്ഷനും കഴിയുമ്പോൾ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനിൽ വരണത് നമ്മുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നത്തേൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മൾ പഠിച്ച സ്ഥലം, എത്ര മാർക്ക്, പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്, അതിന് എല്ലാ വിവരങ്ങളും കൊടുക്കുക. അത് കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യുക. എല്ലാം ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞ് പ്രീവ്യൂ നോക്കിയതിന് ശേഷം ഫീസ് അടയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ നമുക്കിത് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അറിയാം, അതിനെങ്ങനെ മൊബൈൽ ഫോൺ വഴി നമുക്ക് അപേക്ഷിക്കാമെന്ന് അറിയാനുമായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.